ഹലോ നമസ്കാരം, ഞാൻ ബാസ്മി കുറ്റിച്ചിറ. ഒരു ആശയം നിങ്ങളിൽ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് PW റോഡ് അതോറിറ്റി ഈ ഒരു വരുമ്പ് വണ്ടികൾക്ക് എത്രമാത്രം കേടുപാടാണ് സംഭവിക്കുന്നത്. ഒരു 4 വീലർ ആണെന്ന് വെച്ചാൽ അതിൻ്റെ അലൈൻമെൻറ്റ്, അതായത് ഒരു സ്കൂട്ടർ, ബൈക്ക്, ഓട്ടോറിക്ഷ. സ്കൂട്ടറാണെന്ന് വെച്ചാൽ അതിൻ്റെ ബോൾ റൈസർ നിരന്തരം ഈ റൂട്ടിൽ, ഇത് കോഴിക്കോട് ചെറുവണ്ണൂർ പറഞ്ഞ റൂട്ടാണ്, അതായത് കോഴിക്കോടിലേക്ക് പോകണം. ഇതേമാതിരി സ്പീഡ് ബ്രേക്ക് ഒരു 10-12 എണ്ണം ഉണ്ടാവും. അപ്പോൾ അവർ നിരന്തരം ഈ റൂട്ടിൽ പോകാൻ വെച്ചാൽ നമ്മളെ വണ്ടിക്ക് ഒരു ഓട്ടോറിക്ഷ ആയാലും ബൈക്കായാലും ഒരു കാറായാലും ലക്ഷങ്ങൾ വില ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഒന്ന് ജനങ്ങളിലേക്കും ഈ റോഡ് അതോറിറ്റിയിലേക്കും ശ്രദ്ധയിലൊന്ന് പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു മാസം ഈ റൂട്ടിൽ ഇതേമാതിരി ഒരു 100-200 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി സ്പീഡ് അമ്പുണ്ട്. ഇത് 2, 4, 6 വരമ്പാണ്. ഈ 6 വരമ്പിൽ കൂടെ നിരന്തരം ഈ റൂട്ടിന് പോകാൻ വെച്ചാൽ വണ്ടിൻ്റെ കഥ ഒരു 6 മാസം കൊണ്ട് എടുക്കാൻ മാത്രമാണ്. നട്ടം ഒടിഞ്ഞു വണ്ടി. അത് ഒന്ന് ഈ റോഡ് അതോറിറ്റിയിലേക്കും നമ്മളെ പബ്ലിക് ജനങ്ങളിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. എത്രമാത്രം ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു മുതൽ അത് കേടുപാട് ഉണ്ടാവാണ്ട് ചില ടൈമിൽ തോന്നും ഇത് PW ഈ സ്പെയർ പാർട്സും ഇവരെന്തോ ടൈപ്പിലേറ്റാണ്. ഒരു വണ്ടികൾ പോകുമ്പോൾ ആ വണ്ടിൻ്റെ മൊത്തം പാർട്സ് കുലുങ്ങാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഒരു 3 മാസം വണ്ടി ഇതേമാതിരി ഈ റൂട്ടിലൊക്കെ പോണ വണ്ടിയാൽ എന്തായാലും ഒന്ന് നട്ടും പോയിട്ട് ടൈറ്റാക്കാൻ നന്നായി. അല്ലെങ്കിൽ ഓരോ പാർട്സുകളും നമ്മൾ അറിയാതെ ഊരി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കാറ് പോകുന്നതിൻ്റെ ശബ്ദം കണ്ടു. ഇതേമാതിരി വലിയ വാഹനങ്ങൾ പോകും, ചെറുകിട വാഹനങ്ങൾ പോകും. ഈ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ബോൾ റൈസർ, പിന്ന്, കപ്പ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിൻ്റെ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പെയർ തന്നെ എത്രയോ വാല്യൂ ആയിട്ട് കിട്ടേണ്ട ഇതാണ്. റോഡൊക്കെ ഇപ്പോഴുള്ള റോഡുകളൊക്കെ അടിപൊളി റോഡാണ്. പക്ഷേ ഇതൊന്നും റോഡ് അതോറിറ്റികൾക്കും ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുക ആവശ്യമില്ലാത്തതിന് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ജനങ്ങൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, ഇത് കോഴിക്കോട് ചെറുവണ്ണൂരിൽ ജംഗ്ഷനും കോഴിക്കോട് ടൗണിലേക്ക് പോകുമ്പോൾ എത്രമാത്രം ഇതേമാതിരി വരുമ്പോണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത വീഡിയോ. അപ്പോൾ കോഴിക്കോട് നിന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഇത് പറ്റുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് കോഴിക്കോട് നിന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അതിനും കൂടുതൽ ചെയ്യാം. അപ്പോൾ വണ്ടികൾ നമ്മൾ എത്ര നന്നാക്കി നോക്കിയിട്ടും കാര്യമില്ല. ഇത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ റോഡ് അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഈ വരുന്നതിനെ കൊണ്ട് എന്താ ഗുണമെന്ന് ഒരു പിടുത്തം കിട്ടണില്ല. ഇപ്പോൾ ഒരു വണ്ടി ഇതാവുണ്ടോ ഇല്ല, വണ്ടിയുടെ നട്ടും പോയിട്ട് ബാക്ക് അങ്ങോട്ട് ലൂസാവും. വണ്ടിക്ക് കംപ്ലൈൻറ്റ്. വണ്ടി ഒരു 3 കൊല്ലം നമുക്ക് വണ്ടി എടുക്കാണ്ടത് എവിടെ ഇതാവും. അതായത് ഒരൊറ്റ 50 തല കനമുള്ള കഴിഞ്ഞാൽ വണ്ടി ഇതാവും. ഇതിനെക്കൊണ്ടൊരു ഗുണമില്ല. അപ്പോൾ വണ്ടികൾ നമ്മൾ എത്ര നന്നാക്കി നോക്കിയിട്ടും കാര്യമില്ല. ഇത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ റോഡ് അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇത് കുണ്ടായിത്തോടെ 2ാമത്തെ വരുമ്പോൾ അത് കഴിഞ്ഞാൽ 100 മീറ്റർ കഴിഞ്ഞ് 3ാമത്തെ 4ാമത്തെ കുണ്ടായിത്തോട് കഴിഞ്ഞില്ല കേട്ടോ. 5ാമത്തെ 6ാമത്തെ 7ാമത്തെ 8ാമത്തത് ചെറുവണ്ണൂരിൽ നിന്ന് കുണ്ടായിത്തോട് കഴിഞ്ഞ് മോഡൽ എത്തുമ്പോൾ 8 കഴിഞ്ഞു. 9ാമത്തെ 10ാമത്തെ 11ാമത്തെ. അപ്പോൾ ഈ കാറിന്റെ എലമെന്റ്, വണ്ടിന്റെ പാർട്സ്, അതിന്റെ അതായത് ഓട്ടോറിക്ഷൻ്റെത്, സ്കൂട്ടറിൻ്റെത് കോഴിക്കോട് അരിക്കാട് 12ാമത്തതാണ്. കോഴിക്കോട് അരിക്കാട് മീഞ്ചന്ത 13ാമത്തെ വരുമ്പോൾ വണ്ടികൾക്ക് എത്രമാത്രം കേടുപാടുകൾ ഉണ്ടാവുന്നത് ഒന്ന് റോഡ് അതോറിറ്റി പബ്ലിക്കിനോ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിരന്തരം ഓരോ വാഹനങ്ങൾ പോകുമ്പോൾ വണ്ടിന്റെ അവസ്ഥ കാണും. വലിയ അവസ്ഥയാണ്. വണ്ടി നമ്മൾ ചിന്തിച്ച് നോക്കുക, ഒരു വണ്ടി ഒരു 5 വർഷം പണ്ടുള്ള വണ്ടികൾ 10 വർഷമൊക്കെ ഓടിക്കുന്ന വണ്ടികൾ ഒരു 3 വർഷം ആകുമ്പോൾ വണ്ടിന്റെ കഥ എടുക്കാൻ മാത്രമല്ല, സ്പെയർ പാർട്സിന് നിരന്തരം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടാക്സ് ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു ഉപഭോക്താക്കളുടെ എടുക്കല്ലേ. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ റോഡ് അതോറിറ്റി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. പബ്ലിക് മനസ്സിലാക്കി ഇത് നിയമം, പിന്നെ ഈ നിയമം ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. പല ആൾക്കാർ പല രീതിയിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ ചെയ്യുന്നുണ്ട്. ജനങ്ങളെ ഇതിന്റെ അതോറിറ്റികൾക്ക് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, വീഡിയോ ഞാൻ വൈൻഡപ്പ്. ബാസ്മി കുറ്റിച്ചിറ.